വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ട്. ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും. എങ്ങനെ ഭീഷണിയുണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ്. കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. എന്റെ അമ്മയൊരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണുള്ള ഒരു അഖിൽ പറഞ്ഞു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ശിവന്റെ ഒരു വിഷയം വന്നു. ഈ സീസണിൽ നല്ല ബന്ധമുണ്ടാകുന്ന കുറെ ആളുകൾ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, ഇതിലൊക്കെ നമ്മൾ കണ്ടു. ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ശിവൻ പറയുന്ന ഒരു സത്യമെന്ന് മുന്നോട്ട് വരാത്ത എനിക്കറിയില്ല. എന്താ അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്. ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ, ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞു പോയ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ്. അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈദരാബാദ് ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല? ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുമായിരിക്കും. ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ്. ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ICU ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെഞ്ഞാണ് സർജറി, മെഞ്ഞാണ് ഇൻസിഡന്റ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതി മുമ്പിട്ടത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാമെന്നുള്ള കാര്യം. ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ്, അത് കാറിന്റെ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അപ്പോ അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയതറ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി അങ്ങോട്ട് പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് FIR ആണെന്ന് പറഞ്ഞു. എല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് അവർക്ക് തൊടാൻ പറ്റാതെ കയറി വരുന്ന ആൾക്കാരുണ്ട്.